ഹലോ മക്കളെ, കെമിക്കൽ കൈനറ്റിക്സ് അഥവാ രാസഗതികം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ദ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, വിവിധ തരം രാസപ്രവർത്തനങ്ങളെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പോവുകയാണ്. നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് തരും, എന്നിട്ട് അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനമാണ് എന്ന് എഴുതി കൊടുക്കാനായിരിക്കും നമ്മളോട് ചോദിക്കാറുള്ളത്. ഇതാ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കോളും. ഇവിടെ റിയാക്റ്റൻസ് അതല്ലെങ്കിൽ അഭികാരകത്തിന്റെ സൈഡിൽ 2 എലമെന്റ്സുകൾ അല്ലെങ്കിൽ 2 മൂലകങ്ങളുണ്ട് അല്ലെ. ഈ മൂലകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒന്നായി മാറുകയാണെങ്കിൽ, ഒന്നായിട്ട് ഇവിടെ 2 ആളുകൾ ഇവിടെ എന്തായി മാറി, ഒന്നായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം എന്നാണ് ഈ ഒരു രാസപ്രവർത്തനത്തിനെ നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നായിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ട്സ് 2 മുറിയുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, ഡീകോമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ? മൂന്നാമതായിട്ട് ഇവിടെ നിങ്ങൾ നോക്കൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അയോണുകളെ കൈമാറുകയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള Ba ഇവിടെയുള്ള SO4 ചേരുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള NaCl2 ചേരുന്നു. പരസ്പരം അയോണുകളെ കൈമാറുക. അതായത് ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ചാർജുമാണ് വരിക. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് ചാർജും ഇവിടെ മൈനസ് ചാർജും. ഇവിടെയുള്ള പ്ലസ് ചാർജ് ഇതിലെ മൈനസ് ചാർജുമായിട്ടും ഇവിടെയുള്ള പ്ലസ് ചാർജ് ഇതിലെ മൈനസ് ചാർജുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കൈമാറുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഡബിൾ ഡീകോമ്പോസിഷൻ, ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. യെസ്, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് Fe, ശക്തനായ Fe പോയിട്ട് ഹൈഡ്രജനെ ചവിട്ടിത്തെറിപ്പിക്കുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദേശം ചെയ്യുന്നു. മക്കളെ ഇവിടെ നോക്കൂ, Fe പോയിട്ട് ഹൈഡ്രജനെ ചവിട്ടുന്നു അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. H പോയിട്ട് ദൂരെ തെറിച്ച് വീഴുന്നു. H ഇവിടെ പോയി. ആ Hന്റെ സ്ഥാനത്തേക്ക് Fe കയറിയിരിക്കുന്നു. നിങ്ങൾ നോക്കി, Fe കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ Fe വന്നാൽ FeCl2. റെഡി, ഹൈഡ്രജൻ ഒറ്റയ്ക്കായി. ഈ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ രാസപ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഏത് രീതിയിലാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കൊക്കെ ഷെയർ കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ക്രിസ്മസ് എക്സാം നമ്മൾ അടിച്ചു പൊളിക്കും. ഗുഡ് ബൈ.